എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഓർത്ത് പിടയുന്നുണ്ട്. കാരണം ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമോ എന്ന് ആ വ്യക്തി ആശങ്കപ്പെടുന്നു. അതാണ് ആ വ്യക്തിയുടെ ഉള്ളിലെ വികാരങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷെ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാർഡുകളിൽ ആദ്യത്തേത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇഷ്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ എങ്ങനെയെങ്കിലും ലഭിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള വേദനയ്ക്ക് മുമ്പിൽ തന്നെ കിടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ അഗാധമായ സ്നേഹമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ കിട്ടിയേ തീരൂ. നിങ്ങളെ കിട്ടാത്തതിലെ ആശങ്ക ഉണ്ടാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൻ്റെ ഉള്ളിലാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് അല്പം പോലും നിങ്ങളെ പിരിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രത്തോളം ശക്തമായ ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്നാണ് ആ വ്യക്തിക്ക് ആശങ്കയുണ്ടാകുന്നത്. ആ ആശങ്ക ആ വ്യക്തി തൻ്റെ സ്വഭാവത്തിലുടനീളം കാണിക്കുന്നുണ്ട്. അത് കൃത്യമായി നമുക്കറിയാനും കഴിയും. രണ്ടാമത്തെ കാർഡ് ഹൈ പ്രസ്റ്റിസ് എന്ന കാർഡാണ്. അവരുടെ ചിന്ത അഗാധമായി തുടരുകയാണ്. ആശങ്കയാണ് അവരുടെ മനസ്സിലുള്ളത്. കൃത്യമായ ആശങ്കയിലാണ് അവർ ഉള്ളതെന്ന് കൃത്യമായി അറിയാം. അവരുടെ ആശങ്ക തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോകുമോ, നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതെ പോകുമോ എന്നുള്ള ഭയം ഒരു ഇടതടവില്ലാതെ അവർ പിന്തുടരുകയാണ്. അവർ കലശലായ ഭയത്തിൽ തന്നെയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. അവർക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. അടുത്ത കാർഡ് 3 പെൻറ്റക്കിൾസ് ആണ്. ആ വ്യക്തി ഈ ബന്ധം അടുക്കാൻ ശ്രമിക്കുന്നുവെന്നതിൻ്റെ ഒരു തെളിവുണ്ട്. ഈ ബന്ധത്തിൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ ഉണ്ടായെങ്കിൽ അതിനെല്ലാം പരിഹരിച്ച് ഒരുമിച്ച് ഒരേ മെയ്യോടെ ഈ ബന്ധം മുന്നോട്ട് പോകാൻ ആ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ അത് പരിശ്രമിക്കാനുള്ള കാരണം തന്നെ ബന്ധം വഷളായി, ബന്ധം താറുമാറായി എന്നുള്ള ആ വ്യക്തിയുടെ ഭയം തന്നെയാണ്. അതിൽ നിന്ന് കൃത്യമായ ഒരു പാഠം ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് മാനസികമായിട്ട് അതിൽ ഒരു ദുഃഖമുണ്ട്. എങ്ങനെയെങ്കിലും ഈ ബന്ധം ഉരുക്കി ചേർക്കണം, അല്ലെങ്കിൽ അകന്നു പോകാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു മനോധർമ്മത്തോടു കൂടി തന്നെയാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് ദി ഹെർമറ്റ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നത്. നാലാമതായിട്ട് നിങ്ങളിൽ ഒരാൾ കൃത്യമായി ഒരു പുനർചിന്തയത്തിലാണ്. ഈ ബന്ധം വഷളാകുന്ന ഒരു സംഭവം ഉണ്ടാകുകയും അത് വഷളായി പോയാൽ തകർച്ചയുണ്ടാകുമെന്നുള്ള മറ്റേയാളുടെ ആധിയും അത് കൂട്ടിച്ചേർക്കാനുള്ള മറ്റേയാളുടെ അശ്രാന്ത പരിശ്രമവും നിങ്ങളിൽ ഒരാളിൽ കണ്ണ് തുറക്കുകയാണ്, ഹൃദയം തുറക്കുകയാണ്. ആ വ്യക്തി ഒരുപക്ഷെ കഠിനാധ്വാനത്തിലൂടെ ഈ ബന്ധം വീണ്ടും ഒരുക്കി ചേർക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സംഭവിക്കുകയാണ്. അത് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമായിട്ട് തന്നെ കരുതാം. ബന്ധം വീണ്ടും ശക്തി പ്രാപിക്കുന്നതിൻ്റെയും തുടരുന്നതിൻ്റെയൊക്കെ ഒരു സാധ്യതകളും ലക്ഷണങ്ങളും നിങ്ങൾക്കിവിടെ കാണാം. അടുത്തതായിട്ട് 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന പൈലാണ്, 5-ാമത്തെ പൈലാണ്. ആ ബന്ധം നല്ല രീതിയിലാവുന്നു, പോസിറ്റീവ് എനർജിയിലാവുന്നു. തകർന്നു നിന്ന, അകന്നു നിന്ന മനസ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ, കൂടിച്ചേരുന്നതിൻ്റെ കൃത്യമായ ഒരു കാലം നിങ്ങൾക്കിവിടെ കാണാം. ഈ 6 ഓഫ് കപ്സ് നിങ്ങൾക്ക് നൽകുന്ന ലക്ഷണവും അതിൻ്റെ തുടക്കവും സാധ്യതയും അതുതന്നെയാണ്. ബന്ധം കൂടുതൽ അടുക്കുന്നു. പഴയ പോലെ ബന്ധത്തിൽ തെറ്റിദ്ധാരണകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നത് മാഞ്ഞുപോയി. അതിന് പകരം സ്നേഹവും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നൊരു ഘട്ടം ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും
അതിനെ തരണം ചെയ്ത് നിങ്ങളൊന്നാകുന്ന ഒരു ചിത്രം ഇവിടെ വ്യക്തമാണ്. ഇനി ടെമ്പറൻസ് എന്ന അവസാന കാർഡിലേക്ക് പോകാം. ഇവിടെ സംയോജിക്കപ്പെടുകയാണ്, കൂട്ടിച്ചേരുകയാണ്. അകന്ന് നിന്ന രണ്ട് മനസ്സുകൾ ഒരുമിക്കുന്നു. ആശങ്ക ഒരു വ്യക്തിക്കുണ്ടായിരുന്നു, മറ്റേയാൾ പിണങ്ങിപ്പോകുമോ, മറ്റേയാൾ ബന്ധം അവസാനിച്ചു പോകുമോ എന്നുള്ളത്. അങ്ങനെ ആശ്രയിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മനസ്സിനെ തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങളുടെ മനസ്സിലേക്ക് വെളിച്ചം വീശുവാനും അകന്നുപോയ അല്ലെങ്കിൽ വെറുത്തുപോയ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനും ആ വ്യക്തി നടത്തിയ പരിശ്രമങ്ങളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങളും ആ വ്യക്തിയും ഒന്നാകുകയും ചെയ്തു. ഇവിടെ സ്നേഹവും ബന്ധവും ആത്മാർത്ഥതയും പരസ്പരം അടുത്ത് ജീവിതത്തിൽ ഒന്നാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വെല്ലുവിളികൾ ഒരുപാടുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒന്നാകാനുള്ള അപൂർവമായ സൗഭാഗ്യം നിങ്ങളുടെ ബന്ധത്തിൽ രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്നു. ഒരാളുടെ മനോവ്യഥകൾ മറ്റേയാൾ മാറ്റിയെടുത്തിരിക്കുന്നു. മറ്റേയാളുടെ ഉള്ളിലും സ്നേഹമുണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരുന്നു, പക്ഷെ അത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഒന്നായിരിക്കുന്നു, സന്തോഷം കളിയാടുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു, ബന്ധം ദൃഢപ്പെട്ടിരിക്കുന്നു, പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.